വേനൽ അവധി കഴിഞ്ഞ് തുറക്കുന്ന പൊതുവിദ്യാലയങ്ങൾ ശുചീകരിക്കുകയാണ് ഡിവൈഎഫ്ഐ. കെഎസ്യുവിന്റെ മധ്യ കലഹരാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുമ്പോൾ കേരളത്തിന്റെ യുവസൈന്യം ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലയിലും സർക്കാർ സ്കൂളുകൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണ്. കൊല്ലം ജില്ലയിലെ പൊതുവിദ്യാലയങ്ങൾ മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശുചീകരിക്കുന്നു. കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മദ്യലഹരിയിൽ തമ്മിൽ തല്ലുന്നു എന്ന ആരോപണവും ആക്ഷേപവും ഒരു ഭാഗത്ത്, കോൺഗ്രസിന്റെ അന്വേഷണ നാടകം മറുപക്ഷത്ത്. ഇതൊക്കെ അരങ്ങേറുമ്പോൾ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ പൊതിച്ചോറ് നൽകിയും പൊതുവിദ്യാലയങ്ങൾ ശുചീകരിച്ചും സമൂഹത്തിന് താങ്ങും തണലുമാകുന്നു. നമുക്ക് ഇപ്പോൾ കേരളം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു ഭാഗത്ത് ഒരു വിദ്യാർത്ഥി സംഘടന ലഹരിക്കടമപ്പെട്ടുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന തമ്മിത്തല്ലുകളും, അതിന് ഉപരി ഇപ്പം എസ്എഫ്ഐ ആവട്ടെ ഡിവൈഎഫ്ഐ ആവട്ടെ, അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂൾ പ്രവേശനോത്സവം നടക്കുകയാണ്. അതൊരു ആഘോഷമാക്കി ജനങ്ങളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, പുസ്തക വിതരണങ്ങൾ നടക്കുന്നു, പഠനോത്സവങ്ങൾ നടത്തുന്നു. ഇതാണ് ജനങ്ങളോട് നമുക്ക് പറയാനുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ സന്നദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ തൊഴിലാളികളും സ്വയം തൊഴിൽ കണ്ടെത്തിയവരുമൊക്കെ ഉണ്ട്. അവരുടെ വരുമാനം വേണ്ടെന്ന് വെച്ച് നടത്തുന്ന സന്നദ്ധ പ്രവർത്തനം ത്യാഗോജലം. 10-25 സ്കൂളുകൾ 2 ദിവസമായി ക്ലീൻ ചെയ്തു വരികയാണ്. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വയം സന്നദ്ധമായി രാഷ്ട്രീയ പ്രവർത്തനത്തിനുപരി ഒരു സാമൂഹ്യ പ്രവർത്തനവും സന്നദ്ധ പ്രവർത്തനവും നടത്തുന്ന സംഘടനയാണ്. ഇപ്പോൾ സ്കൂൾ ക്ലീനിങ്ങിൽ മാത്രം ഞങ്ങൾ ഒതുങ്ങുന്നില്ല. മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും പ്രവേശനോത്സവത്തിനുൾപ്പെടെ ഡിവൈഎഫ്ഐയുടെ സഹകരണം എത്തിക്കണം എന്നാണ് കമ്മിറ്റി തീരുമാനവും ഞങ്ങളുടെ സംഘടനാ തീരുമാനവും. ജില്ലയിലാകെ പൊതുവിദ്യാലയങ്ങൾ വൃത്തിയും വെടുപ്പുമാകും. കേരളത്തിന്റെ യൂത്ത് ബ്രിഗേഡ് ഡിവൈഎഫ്ഐ മുന്നോട്ട്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.